Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. കുട്ടികളെ, മഴക്കാലം മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ പണിയുണ്ട്. എന്താ ടീച്ചറെ? സ്കൂളിൽ നമുക്കൊരു പൂന്തോട്ടം നിർമ്മിക്കണം. ഞങ്ങൾ റെഡി. നല്ല രസമായിരിക്കും. അയ്യോ, ഭൂമി കുലുക്കം കുലുക്കം കുലുക്കം. ഭൂമി കുലുക്കമല്ല, ഭൂമി കിളയ്ക്കണം. നമുക്ക് പുറത്തേക്ക് പോവാം. ഈ മണ്ണ് ഞാൻ കിളച്ച് തകർക്കും. ആദ്യം നീ തൂമ്പാ നേരെ പിടിക്ക്. അയ്യോ അയ്യോ, ദൈവത്തെ ഓർത്ത് കൊല്ലരുതേ, കൊല്ലരുതേ, പ്ലീസ് പ്ലീസ്. ചോപ്പാ നിർത്ത്. ഈ നിർത്ത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. പാവം. പണി നിർത്തിച്ചതിൽ താങ്ക്സ്. മണ്ണിന്റെ അടിയിൽ ശ്വാസം മുട്ടില്ലേ? അയ്യോ, മണ്ണ് മരിച്ചാ ഞങ്ങള് മരിക്കും. മണ്ണ് മരിക്കുവോ? മണ്ണിനെ മനുഷ്യൻ കൊല്ലുന്നു. ദാ കീടനാശിനികൾ. ആട്ടെ, നിങ്ങളുടെ കഥ ഞങ്ങളോട് പറയാമോ? നിങ്ങളില്ലെങ്കിൽ മണ്ണിന്റെ ഊർജ്ജസ്വലത ഇല്ലാതാകില്ലേ? നിങ്ങൾ എങ്ങനെ മണ്ണിലെത്തി? അതെ, എനിക്ക് പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. പണ്ട് പണ്ട് ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ മണ്ണിരകളല്ലായിരുന്നു. ഞങ്ങളുടെ പൂർവികരും മനുഷ്യരല്ലായിരുന്നു, കുരങ്ങൻസ്. അത് നിന്നെ കണ്ടാൽ അറിയാം. കഥ പറയട്ടെ. അവരെ നല്ല ചന്തമുള്ള ചിത്രശലഭങ്ങളായിരുന്നു. ഹായ്, നല്ല രസമായിരുന്നിരിക്കും. എല്ലാരും ഒന്ന് കണ്ണടച്ച് ആ സീൻ ഒന്ന് കണ്ടു നോക്കി. എന്നിട്ട് എങ്ങനെ ഇങ്ങനെ മണ്ണിലെത്തി? അതൊരു വസന്തകാലമായിരുന്നു. പ്രജകളെ, ഇതാ നമുക്കായി ഒരു വസന്തകാലം കൂടി സമാഗതമായിരിക്കുകയാണ്. പോകുവിൻ, സകല പുഷ്പങ്ങളിലും പറന്നിറങ്ങി തേൻ നുകർന്ന് ആനന്ദിക്കുവിൻ. പൂരങ്ങളും പുഷ്പലതാദികളും തേടി അവർ യാത്രയായെങ്കിലും പുഷ്പങ്ങളൊന്നും കണ്ടെത്താനായില്ല.
വസന്തത്തിന്റെ താഴ്വാരമായിരുന്നു. നോക്ക്, പണ്ട് ആ പൂമരത്തെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറും വാടിയ ഇലകൾ മാത്രം. നമുക്ക് പോയിട്ട് ആ മരത്തോട് ചോദിച്ചാലോ? ശരിയാ, ചോദിക്കാം. 1000 പൂക്കൾ വിടർത്തിയ മരങ്ങളെ, നിങ്ങൾക്ക് എന്തു പറ്റി? മൃതമായി ഞങ്ങളുടെ മനസ്സും ശരീരവും, വേരിറക്കാൻ പറ്റാത്ത വിധം കഠിനമായി മണ്ണും, പൂക്കൾ വിരിക്കാൻ പറ്റാത്ത വിധം ഞങ്ങൾ ശാപഗ്രസ്തർ. ആര് മണ്ണ് മൃദുലമാക്കും? മണ്ണിളക്കി മൃദുലമാക്കിയാൽ 1000 വസന്തം തീർക്കാം ഞങ്ങൾ നിങ്ങൾക്കായി. ഞങ്ങൾ പറവുകളെ എങ്ങനെ മണ്ണിനെ മൃദുലമാക്കും? ഹൃദയം ആകാശത്തോളം ഉയർത്തുക. പൂക്കളില്ലാത്ത കാലം നമ്മുടെ ജന്മത്തെ നിരർത്ഥകമാക്കും. ആര് നമുക്കായി മണ്ണിനെ മൃദുവാക്കും? ഇന്നുണർവിന്റെ ശബ്ദം മണ്ണ് മൃദുവാക്കും. പക്ഷേ ശലഭങ്ങൾ തങ്ങളുടെ ചിറകുകൾ വെടിയണം. ഭൂമിയിൽ അകത്തളങ്ങളിൽ ഇറങ്ങണം. എന്ത്? ശലഭങ്ങൾ ചിറകു വെടിയുകയോ? അതെ, നമ്മുടെ വംശത്തിന്റെ സന്തോഷത്തിനും നിലനിൽപ്പിനുമായി നമ്മളിൽ പകുതി പേർ നമ്മുടെ മനോഹരങ്ങളായ ചിറകുകൾ വെടിയണം. അതെ, നാം അത് ചെയ്യണം. ഇത് ഒരു ഉത്തരവല്ല, ഒരപേക്ഷയാണ്. അരുത്, അങ്ങ് അപേക്ഷിക്കരുത്. അങ്ങ് അപേക്ഷിക്കരുത്. ഇത് ഞങ്ങളുടെ വാക്ക്. ഞങ്ങളുടെ വംശത്തിന്റെ നിലനിൽപ്പിനായി മനോഹരമായ ചിറകും അനന്തമായ വികാസ്. ഞങ്ങൾ പാതാളങ്ങളിൽ ജീവിച്ച് മണ്ണിളക്കി ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കും. അനേകം വസന്തം വിടർത്തും. സത്യം, സത്യം, സത്യം. ഇത് ഞങ്ങളുടെ വാക്ക്. നിങ്ങളുടെ പിൻതലമുറയ്ക്ക് 1000 വസന്തങ്ങൾ തീർക്കേണ്ടതിന് ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ചിറകുകൾ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ ആകാശം വിടുന്നു. ഞങ്ങൾ ആ മണ്ണിന്റെ ഉൾത്തടങ്ങളിലേക്ക് ഇറങ്ങുന്നു. മണ്ണിനെ ഞങ്ങൾ മൃദുവാക്കും. ഭൂമി നിലനിൽക്കുവോളം നിങ്ങളുടെ ത്യാഗത്തിന്റെ സ്മരണയ്ക്കായി ഞങ്ങൾ പൂക്കൾ വിടർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ പൂർവികർ ആകാശം വിട്ട് മണ്ണിലിറങ്ങി 1000 വസന്തങ്ങൾ തീർത്ത്. ശരിയാ, 1000 പേരുടെ ജീവിതത്തിലെ വർണ്ണാഭമായ ചിറകുകൾ കൊഴിയുമ്പോൾ മറ്റനേകം പേരുടെ ജീവിതത്തിൽ തളിർക്കും, വസന്തം വിരിയും. കൂട്ടുകാരെ, വെയിലിന് ചൂടേറുന്നു. ഇതെനിക്ക് താങ്ങാനാവില്ല. എന്നെ മണ്ണിന്റെ മടിയിലേക്ക് വിടൂ പ്ലീസ്. നിങ്ങളുടെ ത്യാഗത്തിന്റെ കഥ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ജോണി, എനിക്ക് വല്ലാത്ത അപകർഷത തോന്നുന്നു. ഇത്രയും കാലം ജീവിച്ചിട്ട് കഴമ്പുള്ളതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു കാലം വരും ജോപ്പ. ആ മണ്ണിരയുടെ കഥ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. നമ്മുടെ മാതാപിതാക്കളുടെ നിറമുള്ള ചിറകുകൾ നമുക്കായി അവർ മണ്ണിൽ കൊഴിച്ച് അധ്വാനിക്കുന്നു. ഈ പ്രപഞ്ചം പരകാരപ്രഭമാണ് ജോപ്പ. ഭൂമിയിൽ നമ്മൾ നന്മ ചെയ്ത് വസന്തം വിരിയിക്കണം. അതിനുള്ള ഒരുക്കമാണ് നമ്മുടെ പഠനം. അതേ കൂട്ടുകാരെ, നമ്മുടെ സ്വാർത്ഥതയുടെ സുഖത്തിന്റെ വർണ്ണ ചിറകുകൾ നാം കൊഴിക്കണം. എന്നിട്ട് ഈ ലോകത്തെ സന്തോഷിപ്പിക്കാൻ നമ്മെ തന്നെ മറന്ന് നന്മ ചെയ്യണം.
ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യണം. അപ്പോൾ ദൈവം നമ്മളെ മുകളിൽ ഇരുന്ന് നോക്കി ചിരിക്കും. അതാണ് മോനെ ചിരി. എന്നിട്ട് നമ്മൾ ഒരൊറ്റ ഉറക്കം. അതാണ് മോനെ ഉറക്കം.